ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നിതാ രാവിലെ എണീച്ച് പണിയൊക്കെ കഴിഞ്ഞ് ടെറസിൻ്റെ മുകളിലേക്ക് പോയപ്പോൾ തന്നെ ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അരിപ്പൂവ്, അതുപോലെ തന്നെ ബോഗൻവില്ല നമ്മളെടുത്ത് ഈ ഒരു ലാവൻഡർ കളറാണ് ഇപ്പോൾ പൂവിട്ടിട്ടുള്ളത്. കുറേ പൂക്കളുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതാ നമ്മുടെ ജാസ്മിൻ റോസ്, കുറേ ജാസ്മിൻ റോസ് ഉണ്ട് കേട്ടോ. അടുക്കടുക്കായിട്ട് ലീഫുകളായിട്ട് പല കളറിലുള്ള ജാസ്മിൻ റോസ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. ഇത് നോക്കിക്കാൻ നല്ല യെല്ലോ കളറിൽ വരുന്നതാണ്. പിന്നെ അതാ ഡാർക്ക് റെഡ് റോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല റോസാണ്. ഒരു മുട്ടും കൂടി ഇട്ടിട്ടുണ്ട്. എന്ത് ഭംഗിയാലേ ഇതിൻ്റെ കളറ്, എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബൾക്കായിട്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മുട്ടുകളും പൂക്കളും കൊഴിയാറായ പൂക്കളും വിടർന്നു നിൽക്കുന്ന പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മുടെ ടെറസിലേക്ക് വന്നപ്പോൾ തന്നെ. അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള റോസും ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട്, പിന്നെ ചെമ്പരത്തി ഉണ്ട്. ഇത് നമ്മുടെ റെഡ് ചെമ്പരത്തി ആണെങ്കിലും പക്ഷേ കുറച്ച് ഒരു വ്യത്യാസമുള്ള ചെമ്പരത്തിയാണ്. ഒരു ഓറഞ്ച് റെഡ് കളറിൽ ടച്ചിൽ വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് ഇന്ന് നമ്മുടെ വീഡിയോൻ്റെ ഹൈലൈറ്റ്. നല്ല യെല്ലോ കളറിലുള്ള ഹിബിസ്കസ് ആണ്. ചെമ്പരത്തിപ്പൂ ആട്ടോ, ഞാനൊരു ഭംഗിക്ക് പറഞ്ഞതാണ്. നല്ല വലുപ്പമുള്ളതാട്ടോ. അത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു. അതിനുശേഷം ഒരുപാട് മുട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അഡീനിയം പ്ലാന്റ് ഉണ്ട്. ഇപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മഴ സീസണൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബാൽസം ചെടി പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ബാൽസം ചെടിയാണ്. ഇതാ പണ്ട് നിറച്ചും പൂക്കളായിട്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ 1-2 പൂക്കളും ഉണ്ടായിട്ടുള്ളായിരുന്നു. ഇതാ ഇപ്പോൾ ഒരുപാട് മുട്ടുള്ളതൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഓർക്കിഡ് പൂവുണ്ട്. ഇത് ലാവൻഡർ ഷെയ്ഡിൽ വരുന്നതാണ്. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ അടുത്തതിൽ ഇതാ ഫുള്ള് പൂവിട്ടിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ 2 ദിവസം മുന്നേ എടുക്കുമ്പോൾ മൊത്തം വിരിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ 2 മുട്ടും കൂടി വിരിയാൻ വേണ്ടിയിട്ട്. എന്ത് ഭംഗിയാലേ കാണാൻ വേണ്ടിയിട്ട്. ഈ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്കിതിൻ്റെ ഭംഗിയോടെ കാണാൻ പറ്റുന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടും ഉണ്ട്. അതിലേറെ ഭംഗിയുള്ളൊരു പൂവാട്ടോ അത്. ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നത് പല കളറിലുണ്ടെങ്കിലും നമ്മളടുത്ത് ഈ ഒരു കളർ വെറൈറ്റിയാണ് ഉള്ളത്. നമ്മുടെ വീടിൻ്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെ തന്നെ ബ്ലീഡിങ് ഹാർട്ട് ഉണ്ട് കേട്ടോ. എന്ത് രസമാണ് ഈ എല്ലാ ചെടികളും ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് ഉണ്ടായി കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെ. നമ്മളെ ഗാർഡൻ ഇപ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്.